എങ്ങോട്ടിരുന്നോളൂ. അങ്ങോട്ട്. ഞാനിവിടെയുള്ള കാര്യം ആദിത്യനെ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ ഞാൻ രഘുവിനെ വിളിച്ചിട്ട് മാഷേ. അവനാ പറഞ്ഞത് അമ്മാവൻ അനുപമയുടെ വീട്ടിലുണ്ടെന്ന്. അവനും അമ്പിളിയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പറഞ്ഞു. ഇന്നവർ പഞ്ചരത്നത്തിലേക്ക് പോയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ചായക്ക് മധുരം ആവാലോ അല്ലേ? കുഴപ്പമില്ല, ചായ പെട്ടെന്നായല്ലോ. അച്ഛന് വേണ്ടി ചായ ഉണ്ടാക്കി വെച്ചിരുന്നു. അതെ, എനിക്ക് എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. നല്ല മുഖപരിചയം. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നാ ആദിത്യം പറയുന്നത്. പക്ഷേ എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. രഘുവിന് ചിലപ്പോ എന്നെ പരിചയപ്പെടുത്തി തരാൻ കഴിഞ്ഞേക്കും. എല്ലാവരും ഒരുമിച്ച് കാണാമെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പോഴേക്കും അവൻ പോയി. അതിനെന്താ, നാളെ കഴിഞ്ഞ് രഘുവിന്റെ ഗാർമെന്റ്സ് തുടങ്ങല്ലേ? അതിന്റെ ഉദ്ഘാടനത്തിന് രഘു ആദിത്യനെ ക്ഷണിച്ചിട്ടുണ്ടാവുമല്ലോ. ഇല്ല മാഷേ, ആ കാര്യം മാത്രം രഘു എന്നോട് പറഞ്ഞില്ല. ചിലപ്പോൾ ഉദ്ഘാടനം വിപുലമായി നടത്താത്തതുകൊണ്ടായിരിക്കും. വലിയ ആഘോഷമായിട്ടൊന്നും നടത്തണമെന്നാണ് തീരുമാനം. എന്നാലും പഴയ ക്ലാസ്മേറ്റ്സിനെയൊക്കെ അവന് ക്ഷണിക്കാമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കാണാനുള്ള ഒരു അവസരം കൂടിയല്ലേ ഇത്? മാഷേ, എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്നാലും ക്ഷണിക്കാതെ വരുന്നത് ശരിയല്ലല്ലോ. നാളെ കഴിഞ്ഞല്ലേ ഫംഗ്ഷൻ? രഘുവേട്ടനോട് ആദ്യത്തിനെ വിളിക്കാൻ ഞാൻ പറയാം. അയ്യോ, അത് വേണ്ട. രഘു എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാവുമല്ലോ എന്നെ ക്ഷണിക്കാത്തത്. എന്നേക്കാൾ അടുപ്പമുള്ളവരെ പോലും അവൻ ചിലപ്പോൾ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലോ. അതും ശരിയാ. ഒരു കാര്യം ചെയ്യാം, ആദ്യത്തിനെ ആ ചടങ്ങിന് ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. ഒരാളെയൊക്കെ ആ ചടങ്ങിലേക്ക് എനിക്കും ക്ഷണിക്കാം, അല്ലേ അനു? അതെ, അച്ഛൻ ക്ഷണിച്ച ആദിത്യനായിരിക്കും ആ ചടങ്ങിന്റെ മുഖ്യ അതിഥി. താങ്ക്സ് മാഷേ, ഞാൻ വരും. മാഷിന്റെ ഗസ്റ്റായിട്ട് ഉറപ്പായിട്ട് ഞാൻ ചടങ്ങിൽ പങ്കെടുക്കും. സന്തോഷം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി, ഫംഗ്ഷന്റെ ദിവസം കാണാം. ശരി ശരി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പോയിട്ട് വരാം. ആദിത്യ, നോക്കണേ. സൂക്ഷിച്ചോളാം. എന്നാ ശരി.